ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാധികയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് പ്രിയങ്കയാണെന്നത് വെറും ഒരു ആരോപണം മാത്രമാണെന്ന് അവിടേക്ക് എത്തിയ എസ്ഐയോട് ദേവനാരായണൻ തിരുമേനി ചോദിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട് എന്ന് പറഞ്ഞിട്ടും അത് എന്റെ മോൾക്കെതിരെയുള്ള തെളിവുകളാണെന്ന് ആയിട്ടും ഞങ്ങളെ കാണിക്കാൻ കൂടി തയ്യാറാകുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങനെയാ അത് വിശ്വസിക്കുക? എന്തായാലും എന്റെ മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഞാൻ ഇവിടെ നിന്ന് പോകുകയില്ല. ഇന്ന് ഞാനിവിടെ നിരാഹാരം കിടക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം എന്ന് ദേവനാരായണൻ അറിയിച്ചു. ദേവനാരായണന്റെയും യശോദയുടെയും തീരുമാനത്തെ എങ്ങനെയും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി അവസാനം മനസ്സോടെ എസ് ഐ ചോദിച്ചു, അല്ല, ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, തിരുമേനിക്ക് ഞങ്ങൾ പറയുന്നത് വിശ്വാസമാകുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ഈ തെളിവുണ്ട് എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ തിരുമേനിക്ക് ഇപ്പോഴും കഴിയുന്നില്ല എന്ന് മനസ്സിലായി. പക്ഷെ വിശ്വാസം നേടിയെടുക്കാനായി ഞങ്ങൾ ഈ തെളിവുകൾ മറ്റുള്ളവരെ കാണിക്കാൻ പാടില്ലാത്തതാണ്. എങ്കിലും ഈ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾക്ക് പക്കലുള്ള ആ തെളിവ് ഞാൻ തിരുമേനിയെ കാണിക്കാം. അത് കേട്ടതോടെ ദേവനാരായണൻ പറഞ്ഞു, ഞങ്ങൾക്ക് ആ ഒരു തെളിവ് ബോധ്യപ്പെട്ടാൽ, എന്റെ മകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമായാൽ തീർച്ചയായിട്ടും പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങൾ ഇവിടെ നിൽക്കില്ല. ഒരു കുഴപ്പവും ഞങ്ങൾ ഉണ്ടാക്കുകയുമില്ല. ഈ നിമിഷം തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകാം എന്ന് ദേവനാരായണൻ പറഞ്ഞു. ഉടനെ തന്നെ തിരുമേനിയുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് തന്റെ കയ്യിലുള്ള ആ വീഡിയോ ഉടൻ തന്നെ എസ് ഐ ദേവനാരായണനെയും ഭാര്യ യശോദയും കാണിക്കുന്നു. ഇരുവരും ആ വീഡിയോ കണ്ടതോടെ പ്രിയങ്ക യഥാർത്ഥത്തിൽ കുറ്റവാളിയാണ് എന്നുള്ള സത്യം അവർക്ക് ബോധ്യമായി. ഉടൻ തന്നെ ദേവനാരായണൻ പറഞ്ഞു, ഇനി ഇനി സാറിനോട് ഞങ്ങൾ എതിർപ്പ് കാട്ടില്ല. സാറിന് ഞങ്ങൾ എതിർക്കുകയുമില്ല. സാറ് പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. പക്ഷേ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് എന്റെ മോളെ അല്ല, ആ കുറ്റവാളിയെ ഒന്ന് കാണണം എന്ന് ദേവനാരായണൻ പറഞ്ഞു. അത് കേട്ടതും ഉടനെ തിരുമേനിയുടെ ആഗ്രഹം എസ് ഐ സമ്മതിച്ചു. അങ്ങനെ തിരുമേനി വേഗം പ്രിയങ്കയുടെ അരികിലേക്ക് ദേവനാരായണൻ തിരുമേനിയും യശോദയും കൂടിയെത്തി. ഇരുവരും വന്നത് കണ്ട് വളരെ പ്രതീക്ഷയോടെ പ്രിയങ്ക ചോദിച്ചു, അച്ഛാ, എന്തായി? എന്താ, എന്നെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞോ എസ് ഐ? അച്ഛാ, എന്ത് പറഞ്ഞു? എസ് ഐ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഉടനെ ദേവനാരായണൻ തിരുമേനി പറഞ്ഞു, അതെ, ഇനി എസ് ഐ പറഞ്ഞാൽ പോലും നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാൻ ഒരിക്കലും തയ്യാറല്ല. നിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു കാരണവശാലും കൂട്ടിക്കൊണ്ടു പോവുകയുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പ്രിയങ്കയ്ക്കാകെ ടെൻഷനായി. പ്രിയങ്ക ചോദിച്ചു, എന്താ അച്ഛാ, അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? അച്ഛാ, പോലീസുകാർ വെറുതെ കള്ളക്കഥകൾ പറയുന്നതാണ് എന്ന് പറഞ്ഞപ്പോ ദേവനാരായണൻ ചോദിച്ചു, കള്ളക്കഥ പറഞ്ഞതാണോഴി? അന്ന് രാധിക മോളെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആ പ്രതികൾക്ക് നീ പണം കൊടുക്കുന്ന വീഡിയോ അവരുടെ പക്കൽ കിട്ടിയത് അത് വെറുതെയാണോ? നീ പണം കൊടുക്കുന്ന വീഡിയോ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നാണോ നീ പറയുന്നത് എന്ന് ദേഷ്യത്തോടെ ദേവനാരായണൻ ചോദിച്ചു. ഇതുപോലെ ഒരു ശാപം പിടിച്ച ജന്മം ഞങ്ങൾക്കായി പിറന്നല്ലോ, അതാണിപ്പോ ഞങ്ങളുടെ സങ്കടം. നിനക്ക് വേണ്ടി ഒന്നിനും ഞങ്ങൾ വരില്ല, ഒരു തുള്ളി കണ്ണീര് പോലും പൊഴിക്കില്ല എന്ന് പറഞ്ഞ് യശോദയും ദേവനാരായണനും ദേഷ്യത്തോടെ പ്രിയങ്കയെ ശപിച്ചുകൊണ്ട് ആ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. അവർ അവിടെ നിന്ന് പോകുമ്പോ പ്രിയങ്ക ആകെ ടെൻഷനിലായി. തന്നെ അച്ഛൻ രക്ഷിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയതോടെ പ്രിയങ്ക ആകെ വിഷമത്തോടെ സങ്കടത്തോടെ ഇരുന്നു. പിന്നീട് പ്രിയങ്കയുടെ ഈ അവസ്ഥ കൃത്യമായി അറിയാമായിരുന്ന കണിമംഗലത്തുണ്ടായിരുന്ന ഉർവശിയും കൽപ്പനയും ഗൗതമും ഒക്കെ ചേർന്ന് ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ നേരിടും എന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഇനി നാളെ പ്രിയങ്കയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറഞ്ഞത്. വരുണും മറ്റാരും ഈ കുടുംബത്തിൽ നിന്ന് ഒരു കാരണവശാലും പ്രിയങ്കയെ രക്ഷിക്കാനായി സ്റ്റേഷനിലേക്ക് പോവില്ല. ആ ഒരു അവസ്ഥയിൽ സ്റ്റേഷനിലേക്ക് അവർ പോകില്ല എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുമ്പോൾ ഇനി പ്രിയങ്കയെ കോടതിയിൽ ഹാജരാക്കുന്ന നിമിഷം പ്രിയങ്ക നമുക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാലോ എന്നതായിരുന്നു അവരുടെ ആശങ്ക. ഉടനെ ഗൗതം പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഇക്കാര്യം സംസാരിച്ചു. അപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഒരു അറ്റ കൈയാണ് എന്ന് പറഞ്ഞു. ഉടനെ ഉർവശി ചോദിച്ചു, എന്താടാ മോനെ, എന്താ അവർ പറഞ്ഞത്? കോടതിയിലേക്ക് പോകുന്ന വഴിക്ക് പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയി ഇല്ലാതാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമുണ്ടാക്കി പ്രിയങ്കയെ തീർക്കുക, അതാണ് അവർ പറഞ്ഞത്. അത് കേട്ട ഉടനെ കൽപ്പന ചോദിച്ചു, ഇതെന്താ ഗൗതം, സിനിമയോ? കോടതിയിലേക്ക് പോകുന്ന വഴി പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയി ഇല്ലാതാക്കാൻ പറഞ്ഞാൽ അതൊന്നും നടപ്പിലാകുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് രാധിക ദേവനാരായണൻ തിരുമേനിയെ കാണുവാനായി നേരെ ആറ്റുവാശ്ശേരിയിലേക്ക് എത്തിയത്.
ആറ്റുവാശ്ശേരിയിലേക്ക് അവർ വന്നതും അവിടേക്ക് എത്തിയ രാധികയെ കണ്ട് മുത്തശ്ശി വാതുക്കലേക്ക് എത്തി. സുകുമാരി ആകെ ദേഷ്യത്തിൽ രാധികയോട് ചോദിച്ചു, നിനക്കിപ്പോൾ സമാധാനമായല്ലോ അല്ലെ? എന്റെ പ്രിയങ്ക മോളെ നീ കേസിൽ അകപ്പെടുത്തി സ്റ്റേഷനിൽ കയറ്റിയില്ലേ? ഇനി മോളെ രക്ഷിക്കാനായിട്ട് ആരും വരില്ല. അവളെ ഇനി പ്രതിയാണെന്ന് പറഞ്ഞ്, അങ്ങനെ ഒരു കുറ്റവാളിയാണെന്ന് പറഞ്ഞ് അവളുടെ മേൽ ആ കുറ്റം ആരോപിച്ച് അവളെ ശിക്ഷിക്കുന്നതിനായിട്ട് കോടതിയിൽ ഹാജരാക്കും. പിന്നെ കോടതിയിൽ നിന്ന് ശിക്ഷ ലഭിച്ച് നേരെ ജയിലിലേക്ക് പോകും എൻ്റെ പ്രിയങ്കമോൾ. പിന്നെ നിനക്ക് സുഖമായല്ലോ, നിനക്ക് വരുണിനെ വേഗം തട്ടിയെടുക്കാം. ഇവിടെ ദേവനാരായണനെയും യശോദയെയും നീ പാട്ടിലാക്കി കഴിഞ്ഞു. ഇനി അണിമംഗലത്തുള്ളവരും ഇപ്പോ നിന്നെ നീ അവരുടെ സിമ്പതി മേടിച്ച് നടക്കുകയാണ്. നിന്നോട് ഭയങ്കര സിമ്പതിയാണ് അവിടെ ഉള്ളവർക്കെല്ലാം. അപ്പൊ പിന്നെ ഇനി നിന്റെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിന് യാതൊരു തടസ്സവുമില്ല. ആകെ ഉണ്ടായിരുന്ന തടസ്സം എന്റെ പ്രിയങ്കമോളായിരുന്നു. അവളെയാണല്ലോ നീ ഈ രീതിയിൽ ചതിച്ച് പ്രശ്നത്തിലാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് രാധികയെ സുകുമാരി കുറ്റപ്പെടുത്തി. ഇതെല്ലാം കേട്ടതും രാധിക പറഞ്ഞു, മുത്തശ്ശി എനിക്ക് അച്ഛനെ കാണണം എന്ന് പറഞ്ഞ് രാധിക ബഹളം വെച്ചതും സുകുമാരി പറഞ്ഞു, അച്ഛനെ കാണാനോ? ഏതച്ഛൻ? അങ്ങനെ നിനക്കിവിടെ അച്ഛനൊന്നുമില്ല. വേഗം നീ പൊയ്ക്കോ. ഞങ്ങൾക്ക് ഇവിടെ പ്രിയങ്ക മോള് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ മോള് പ്രിയങ്കയാണ്. അവളെയാണ് നീ ഈ അവസ്ഥയിൽ ജയിലിൽ അകപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് രാധികയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സുകുമാരി സംസാരിച്ചു. രാധിക എന്തായാലും എനിക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ രാധികയുടെ മുടിക്കുത്തിനെ പിടിച്ച് സുകുമാരി അവിടെ പിടിച്ചു നിർത്തി. എങ്ങോട്ടാണ് നീ കയറി പോകുന്നത്? അങ്ങനെ നീ ഇപ്പൊ പോകുന്നില്ല എന്നെല്ലാം പറഞ്ഞ് രാധികയെ ബലമായി പിടിച്ചു നിർത്തുകയാണ്. യശോദ അപ്പോഴേക്കും ആകെ സങ്കടത്തോടെ അവിടേക്ക് എത്തി. എന്താ അമ്മയെ കാണിക്കുന്നത് എന്ന് ചോദിച്ചത് സുകുമാരി പറഞ്ഞു, വന്നിരിക്കുക അവള്. നമ്മുടെ മോളെ ചതിയിൽ അകപ്പെടുത്തി അവളെ ജയിലിലേക്ക് പറഞ്ഞയക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവൾ ഇവിടെ വന്ന് എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കാനായി എത്തിയിരിക്കുകയാണ്. ഇവള് അന്ന് അഭിനയിക്കാൻ ഇറങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞാലേ അതിനൊന്നും പോകണ്ടായെന്ന്. എന്നിട്ട് ഇവൾ കേട്ടോ, ഇവളുടെ തോന്നിവാസത്തിനല്ലേ ഇപ്പോ ഈ കുടുംബത്തുള്ള നമ്മുടെ പാവം പ്രിയങ്ക മോൾക്ക് ഇങ്ങനെ ഒരു ഗതികേടുണ്ടായത് എന്നെല്ലാം ചോദിച്ചു. ഉടനെ മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് ആകെ സങ്കടത്തോടെ രാധിക യശോദയുടെ അരികിലേക്ക് എത്തി ചോദിച്ചു, അമ്മേ അച്ഛനെവിടെ? എനിക്ക് അച്ഛനെ കാണണം. അപ്പോഴേക്കും യശോദ പറഞ്ഞു, ഇന്നലെ വൈകിട്ട് സ്റ്റേഷനിൽ നിന്ന് വന്നതാണ്. ഒരേ ഇരിപ്പ പൂജാമുറിയിൽ കയറി, ഇതുവരെയായിട്ടും പുറത്തിറങ്ങിയിട്ടില്ല. ഉടനെ രാധികയോ വേഗം തന്നെ യശോദയോട് ചോദിച്ചു, അമ്മേ അച്ഛനെ എനിക്കൊന്ന് കാണണം, അച്ഛനെ ഇപ്പൊ തന്നെ എനിക്ക് കാണണം എന്ന് പറഞ്ഞതും യശോദ പറഞ്ഞു, മോളെ ഇന്നലെ അച്ഛൻ വന്നിട്ട് അതേപടി ഇരുന്ന് കരയുകയാണ്. അപ്പോ പ്രിയങ്കയുടെ കാര്യം എന്തായമ്മേ എന്ന് ചോദിച്ചു. പ്രിയങ്ക അവളെ പുറത്തിറക്കാൻ അച്ഛനെ പോകില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലൊരു ക്രൂരതയല്ലേ അവൾ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഉടനെ രാധിക പറഞ്ഞു, അമ്മേ എന്തായാലും എനിക്ക് പ്രിയങ്കയെ രക്ഷിച്ചേ പറ്റൂ. ഞാൻ അച്ഛനോട് പോയി സംസാരിക്കട്ടെ. എങ്ങനെയും പ്രിയങ്കയെ രക്ഷിക്കണം അച്ഛാ എന്ന് ഞാൻ അച്ഛനോട് ആവശ്യപ്പെടാമെന്ന് പറഞ്ഞ് രാധിക വേഗം പൂജാമുറിയിലേക്ക് ഓടിയെത്തി. അവിടെ ധ്യാനത്തിലിരിക്കുന്ന ദേവനാരായണൻ തൻ്റെ വലത് ഉള്ളം കൈക്കുള്ളിൽ കർപ്പൂരം കത്തിച്ചുകൊണ്ട് അങ്ങനെ സ്വയം നീറിയിരിക്കുകയാണ് ദേവനാരായണൻ. ഈ കാഴ്ച കണ്ട് രാധിക അകത്തേക്ക് എത്തി അച്ഛാ എന്ന് വിളിച്ചു. ഉടനെ ദേവനാരായണന്റെ ആ നേരെയുള്ള രാധികയുടെ ആ വിളി കേട്ടതും ദേവനാരായണൻ ആകെ വേദനയോടെ മകളെ നോക്കി. രാധിക ഓടി വന്ന് ആ ഉള്ളം കൈയിലെ കർപ്പൂരം തട്ടിക്കളഞ്ഞു. എന്താ അച്ഛാ ഈ ചെയ്യുന്നത്? അച്ഛൻ ഇങ്ങനെ സ്വയം ശിക്ഷിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ദേവനാരായണൻ പറഞ്ഞു, മോളെ നിന്നോട് ഇങ്ങനെ ഒരു ചതി കാണിച്ച അവളെ രക്ഷിക്കാൻ ഞാൻ ഒരിക്കലും പോകില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് മോളെ, നീ ഞങ്ങളുടെ മകളാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. എൻ്റെ മോളെ കൊല്ലാൻ നോക്കിയ അവളെ ഒരു കാരണവശാലും രക്ഷിക്കാൻ ഞാൻ ശ്രമിക്കില്ല എന്ന് ദേവനാരായണൻ പറഞ്ഞു. അപ്പോഴേക്കും ദേവനാരായണൻ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രാധിക പറഞ്ഞു, അച്ഛാ ഞാനല്ല, പ്രിയങ്കയാണ് അച്ഛൻ്റെ മോള്. അതുകൊണ്ട് അച്ഛൻ പ്രിയങ്കയെ രക്ഷിക്കാൻ ശ്രമിക്കണം. ഞാനും അച്ഛനൊപ്പം വരാം എന്ന് പറയുമ്പോൾ ദേവനാരായണൻ പറഞ്ഞു, മോളെ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഒരിക്കലും വേർതിരിച്ച് കണ്ടിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കളാണ്. അതിലൊരുവളെ ഇല്ലാതാക്കാൻ മറ്റൊരുവൾ ശ്രമിച്ചാൽ അതൊരിക്കലും എനിക്ക് പൊറുക്കാനാവുന്നതല്ല എന്ന് പറഞ്ഞു.
അപ്പോഴേക്കും സുകുമാരി പറഞ്ഞു, ദേവാ, നീ ഈ പറയുന്നത് എവിടെയോ ഒന്ന് വലിഞ്ഞു കയറി വന്ന ആരോ പിഴച്ചു പെറ്റ ഒരുവൾക്ക് വേണ്ടിയാണ് നീ സ്വന്തം മകളെ തള്ളി പറയുന്നത്. അത് മറക്കണ്ട. അവൾക്കൊരു കയ്യബദ്ധം പറ്റി എന്ന് വെച്ച് അവളെ തള്ളിക്കളയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദേവനാരായണൻ സുകുമാരിയുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, അമ്മേ, എനിക്ക് മുമ്പ് തോന്നിയിരുന്നത് അമ്മയ്ക്ക് രാധിക മോളോടുള്ള വിരോധവും പ്രിയങ്കയെ അതുകൊണ്ടാണ് അമ്മ കൂടുതൽ സ്നേഹിക്കുന്നതുമെന്നായിരുന്നു. പ്രിയങ്ക മോളോടുള്ള അമ്മയുടെ സ്നേഹം, അതിന് ഞാൻ അങ്ങനെയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോ അമ്മയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പ്രിയങ്കയുടെ മനസ്സിലെ ദുഷിച്ച ചിന്താഗതികൾ ഉണ്ടായതും അമ്മയിലൂടെയാണെന്നും അമ്മയുടെ മനസ്സും അവളെ പോലെ ദുഷിച്ചതാണെന്നുമാണ് അമ്മയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അമ്മ ഇനി ഇക്കാര്യം പറഞ്ഞാൽ അതൊരിക്കലും എനിക്ക് അംഗീകരിച്ചു തരാൻ കഴിയില്ല. അമ്മയുടെ മനസ്സും അത്രയ്ക്ക് നീചവും വൃത്തികെട്ടതുമാണെന്നേ ഞാൻ ചിന്തിക്കുമെന്ന് ദേവനാരായണൻ അറിയിച്ചു. ഇനിയൊരക്ഷരം അമ്മ ഇവിടെ നിന്ന് രാധിക മോളെ കുറിച്ച് മോശമായി പറഞ്ഞാൽ ഇതായിരിക്കില്ല ഇനിയുള്ള എൻ്റെ മറുപടിയും. ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുകയെന്നും ദേവനാരായണൻ അറിയിച്ചതോടെ സുകുമാരി കലിയോടെ രാധികയൊന്ന് നോക്കിയതിനു ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ദേവനാരായണൻ അപ്പോഴേക്കും രാധിക മോളെ ചേർത്ത് പിടിച്ച് എൻ്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നു. ദേവനാരായണന്റെ നെഞ്ചിലേക്ക് ചേർന്ന് രാധിക സങ്കടപ്പെട്ടു. അതിനുശേഷം കാണുന്നത് കണിമംഗലത്ത് ഗൂഢാലോചന നടത്തിയ ഗൗതമും ഉർവശിയും കൽപ്പനയും ഒരു തീരുമാനത്തിലെത്തി. എത്രയും വേഗം തന്നെ നാളെ പ്രിയങ്കയെ കോടതിയിൽ ഹാജരാക്കുമ്പോഴേക്കും പ്രിയങ്ക നമ്മളുടെ പേരുകൾ പറയും. അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കുമായി നമ്മൾ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. പിന്നെ നമുക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല. കണിമംഗലം എന്നത് വെറും ഒരു ഓർമ്മയായി അവശേഷിക്കും നമുക്കിടയിൽ എന്ന് അങ്ങനെ പറഞ്ഞ് ഉർവശി ആകെ സങ്കടപ്പെടുമ്പോൾ കൽപ്പന പറഞ്ഞു, എൻ്റെ ചെറിയമ്മേ, ഇങ്ങനെ കിടന്ന് വിഷമിക്കാതെ ഇളമയെ, നമുക്കതിന് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ഉടനെ ഉർവശി ചോദിച്ചു, കൽപ്പനെ, നീ എന്ത് പോംവഴി ഉണ്ടാക്കാമെന്നായി പറയുന്നത്? എന്തെങ്കിലും വഴി കിട്ടിയോ ഗൗതം എന്ന് ചോദിച്ചപ്പോൾ ഗൗതം പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ അമ്മേ, എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തന്ന പോംവഴി, അതല്ലാതെ മറ്റൊന്നുമില്ല. അതൊരു അറ്റകൈ പ്രയോഗം പോലെയാ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഗൗതമിന്റെ വാക്ക് കേട്ട് കൽപ്പന പറഞ്ഞു, ഗൗതം, എന്നാ ഞാനൊരു കാര്യം പറയാം. തൽക്കാലം നമുക്ക് ഉടനെ നാളെ തന്നെ അവിടെ സ്റ്റേഷനിൽ ചെന്ന് പ്രിയങ്കയെ കാണണം. പ്രിയങ്കയോട് നമുക്ക് ഒരു കാര്യം പറയാം. വക്കീല് പറഞ്ഞിട്ടാണെന്നും തൽക്കാലം ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം ഒരു കാരണവശാലും പോലീസിന് മുന്നിൽ പറയരുതെന്നും കോടതിയിൽ പറയരുതെന്നും പ്രിയങ്കയോട് അറിയിക്കണം. പ്രിയങ്കയ്ക്ക് ഒരു കുഴപ്പവും വരാതെ പ്രിയങ്കയെ പുറത്തിറക്കാനായിട്ട് നല്ലൊരു വക്കീലിനെ തന്നെയാണ് പണം കൊടുത്ത് നല്ല പ്രശസ്തനായിട്ടുള്ള നല്ല നല്ല രീതിയിൽ വാദിക്കുന്ന ഒരു വക്കീലിനെ തന്നെയാണ് നമ്മൾ അവൾക്കായി നിയമിച്ചിരിക്കുന്നതെന്നും പറയണം. അങ്ങനെ അവളുടെ വിശ്വാസം നമുക്ക് നേടിയെടുക്കാം. ഇത്തവണ അവൾ ഒരു കാരണവശാലും നമ്മളുടെ ആരുടെയും പേര് കോടതിയിൽ പറയാൻ പാടില്ല. അങ്ങനെ കോടതിയിൽ അവൾ പറയാതെ നമ്മൾ രക്ഷപ്പെട്ടാൽ പിന്നെ ഒന്നും ഓർക്കേണ്ടതില്ല. പിന്നെ ഇനി എപ്പോ വേണേലും അവൾ നമ്മളെ കുറിച്ച് പറഞ്ഞാലും അതിൽ യാതൊരു പ്രസക്തിയുമില്ല. ഉടനെ ഉർവശി ചോദിച്ചു, ഇത്തവണ പറഞ്ഞില്ലെങ്കിലും ഇനി കോടതി കൂടുമ്പോൾ അവൾക്ക് പറയാലോ നമ്മൾ പറഞ്ഞിട്ടാണെന്ന്, നമ്മൾ ഇതിൽ കണ്ണികളായിരുന്നുവെന്ന് എന്ന് ചോദിച്ചപ്പോ കൽപ്പന പറഞ്ഞു, അത് ആദ്യം കോടതി കൂടിയപ്പോ അക്കാര്യം പറയാതിരുന്ന പ്രതി പിന്നീട് കോടതി കൂടിയപ്പോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അത് അവളുടെ നിലനിൽപ്പിന് വേണ്ടിയും അവളുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവൾ കെട്ടിച്ചമച്ച് പറയുന്നതാണ് എന്ന് വരുത്തി തീർക്കാനും അങ്ങനെയാണെന്ന് വിശ്വസിപ്പിക്കാനും നമുക്ക് സാധിക്കും. അതാണ് കോടതി നിയമം എന്ന് പറഞ്ഞു. ഉടനെ ഉർവശി ചോദിച്ചു, കൽപ്പനയും, അത് ശരി, നീ അപ്പോ നിയമമൊക്കെ പഠിച്ചിട്ടാ നിൽക്കുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോ, അതെ, നിയമമൊക്കെ പഠിച്ചിട്ടെന്ന് പറഞ്ഞാൽ തൽക്കാലം എന്ത് പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കാനായിട്ടുള്ള കുറച്ച് വിദ്യകളും നിയമങ്ങളും ഒക്കെ എനിക്കറിയാം എന്ന് കൽപ്പന പറഞ്ഞു. ഉടനെ ഗൗതം പറഞ്ഞു, നാളത്തെ ഈ ഒരു നീക്കം അതെന്തായാലും നന്നായിരിക്കും. എന്തായാലും നാളെ പ്രിയങ്കയെ കാണാൻ നിങ്ങൾ രണ്ടുപേരും പോകണം എന്ന് ഗൗതം പ്രിയങ്കയെ കാണാനായി നാളെ പോകാൻ കൽപ്പനയെയും ഉർവശിയെയും ചുമതലപ്പെടുത്തുന്നു. ഞാൻ അക്കാര്യം പറയാനിരിക്കുകയായിരുന്നു എന്ന് കൽപ്പനയും സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ സ്റ്റേഷനിൽ എസ് ഐയും
ACP രാവിലെ തന്നെ അവിടുന്ന് പ്രിയങ്കയെ കോടതിയിലേക്ക് ഹാജരാക്കുന്നതിനെ കുറിച്ച് അവിടെയുള്ള കോൺസ്റ്റബിളിനോട് പറഞ്ഞു. എത്രയും വേഗം തന്നെ കോടതിയിലേക്ക് നമുക്ക് പോകണം. പിന്നെ SI വിളിച്ച് പറയണം, അവരെ രണ്ടുപേരെയും വളരെ സൂക്ഷിച്ചു വേണം കൂട്ടിക്കൊണ്ടു വരാനെന്ന്. ഒരു കാരണവശാലും അവർക്കൊരു പാളിച്ചയും സംഭവിക്കരുതെന്ന്, അവന്മാർ രക്ഷപ്പെടാൻ പാടില്ലെന്ന് എന്ന് പറഞ്ഞതും ശരി സർ, ഞാൻ അങ്ങനെ പറഞ്ഞോളാം എന്നറിയിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് കോൺസ്റ്റബിൾ അവിടെ നിന്ന് പോകുമ്പോൾ എസ്ഐയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ അദ്ദേഹത്തോട് വിവരങ്ങളൊക്കെ DGP വിളിച്ചന്വേഷിച്ചു. പ്രതിയെ ഇപ്പോൾ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നും കൂട്ടുപ്രതികളെ ഞങ്ങൾ മറ്റൊരു സ്റ്റേഷനിലാണ് പാർപ്പിച്ചിരിക്കുന്നത്, അവർ പരസ്പരമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് എന്നും അറിയിച്ചു. പിന്നീട് കോൺസ്റ്റബിൾ വന്ന് ACPയോട് പറഞ്ഞു, അതെ, കളിമംഗലത്ത് നിന്ന് പ്രിയങ്കയെ കാണാനായിട്ട് കളിമംഗലത്തെ മരുമകൾ എത്തിയിട്ടുണ്ട്. അത് കേട്ടതും ഉടനെ ACP പറഞ്ഞു, ഇതെന്തിനാ ഇവരെല്ലാവരോടും ഇങ്ങോട്ട് വരുന്നത്? ഒരു പ്രതിയെ കാണാനായിട്ട് യാതൊരു കാര്യവുമില്ലാതെ വെറുതെ ഇവരിങ്ങനെ കയറി ഇറങ്ങേണ്ട കാര്യം എന്താണ്? ഇതൊക്കെയാണ് ഇവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാവുന്നത്. എന്തായാലും അവരെ ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറ, കോടതിയിലേക്ക് പ്രതിയെ കൊണ്ടുപോകാൻ പോവാന്ന് പറ എന്ന് കോൺസ്റ്റബിളിനോട് SI അറിയിച്ചു. അപ്പം ACP പറഞ്ഞത് കേട്ട് കോൺസ്റ്റബിൾ അങ്ങനെ പറയാൻ പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ കോൺസ്റ്റബിൾ പറഞ്ഞു, അയ്യോ സാറേ, അവർ വന്നിരിക്കുന്നത് വക്കീല് പറഞ്ഞു കൊടുത്ത എന്തോ കാര്യം പ്രിയങ്കയോട് പറയാനാണെന്നാ പറഞ്ഞത്. വക്കീലിന്റെ എന്തോ നിർദ്ദേശം പ്രതിയെ അറിയിക്കാനാണെന്ന്. അപ്പൊ പിന്നെ നമ്മളത് തടഞ്ഞാൽ എന്ന് ചോദിച്ചതും, ഓ ശരി, എന്നാ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഉടനെ ACP സമ്മതിച്ചു. അങ്ങനെ ACPയുടെ അനുമതിയോടെ പ്രിയങ്കയെ കാണുവാനായിട്ട് അവിടേക്ക് കൽപ്പന എത്തി. കൽപ്പന ലോക്കപ്പിൽ കിടക്കുന്ന പ്രിയങ്കയെ കണ്ടതും പ്രിയങ്ക ചോദിച്ചു, എന്തിനായിട്ടെത്തി എന്നെ മാത്രം ഇതിൽ കുടുക്കിയത്? എന്നെ മാത്രമാക്കി നിങ്ങൾ മനഃപൂർവ്വം കെണിയൊരുക്കിയതായിരുന്നോ? അന്ന് പണം കൊടുക്കാൻ ഗൗതം എൻ്റെ കയ്യിൽ ആ പണം ഏൽപ്പിച്ചത്. എന്നിട്ട് പണം എൻ്റെ കയ്യിൽ തന്ന് ഗൗതം അവിടെ നിന്ന് മനഃപൂർവ്വം മാറി നിന്നു. ആ വീഡിയോ ആണ് ഇന്നിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ എനിക്കെതിരെയുള്ള തെളിവുകളായി വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് പ്രിയങ്ക ചോദിച്ചു. ഉടനെ കൽപ്പന പറഞ്ഞു, പ്രിയങ്ക ഒന്ന് ശബ്ദം താഴ്ത്തി പറ, ഞങ്ങൾ നിന്നെ പുറത്തിറക്കുന്നതിന് വേണ്ടി വക്കീലിനെ ഏർപ്പാട് ചെയ്യാൻ പോയതായിരുന്നു. നീ ടെൻഷൻ ആവണ്ട, നല്ലൊരു വക്കീലിനെ തന്നെയാണ് ഞങ്ങൾ നിയമിച്ചിരിക്കുന്നത്. വളരെ പ്രഗത്ഭനായിട്ടുള്ള, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വക്കീല്. അദ്ദേഹം തീർച്ചയായിട്ടും നിന്നെ ജാമ്യത്തിലിറക്കും. നീ അതോർത്ത് വിഷമിക്കേണ്ടതില്ല. ഇന്നൊരു കാരണവശാലും കോടതിയിൽ നമ്മുടെ ആരുടെയും പേര് നീ വലിച്ചിഴക്കരുത്. അത്രയേ ഉള്ളൂ. അക്കാര്യമാണ് വക്കീല് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് എന്നറിയിച്ചു. അതുകൊണ്ട് ഇന്ന് നീ വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനെന്ന് പറഞ്ഞ് പ്രിയങ്കയ്ക്ക് വേണ്ട നിർദ്ദേശം നൽകി കൽപ്പന അവിടെ നിന്നിറങ്ങുന്നു.